ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജ്നീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഷാർജ ഷേക്കാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് കാഷ്യൂനട്ട്, ഒരു 3 പഴം. അതായത് 2 ഷാർജ ഷേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. പിന്നെ ബൂസ്റ്റ്, അതൊരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അതുപോലെ തന്നെ ഷുഗർ ഒരു 6 ടേബിൾ സ്പൂൺ മതിയാവും. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്, വൈറ്റ് ഷുഗർ അല്ല. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് ഫ്രോസൺ ചെയ്തേക്കുന്ന മിൽക്ക്, അതും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ കാഷ്യൂനട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇടുക. അതുപോലെ തന്നെ കപ്പലണ്ടിയും കാഷ്യൂനട്ടും നമുക്ക് ഒരുമിച്ചങ്ങ് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇടാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കാഷ്യൂനട്ടും കപ്പലണ്ടിയും പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് ഞാനൊരു 2 സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബൂസ്റ്റ് നമുക്ക് ഈ മിക്സിലേക്ക് ഇടാം. ഓക്കെ, 2 ടീസ്പൂൺ ബൂസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇടാനുള്ളത് വാനില ഐസ്ക്രീം. 2-2.5 സ്പൂണോളം വാനില ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇടാനുള്ളത് ഈ 3 രസതളി പഴം. രസതളി, പൂവൻ പഴം, ഏത് പഴം വേണമെങ്കിൽ ചെറുപഴം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രസതളി പഴമാണ് 3 എണ്ണം. അതിട്ട് കൊടുത്തു. ഇനി ഇടാനുള്ളത് ആവശ്യത്തിനുള്ള ഷുഗറാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് ഈ ബ്രൗൺ ഷുഗറാണ്. കുറച്ചും കൂടെ ഹെൽത്തി ആയതുകൊണ്ട് ഈ ഷുഗറാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ ഇതൊരു 6 ടീസ്പൂൺ, 2 ഷാർജ ഷേക്കിനുള്ളതാണ്. അപ്പോൾ ഒരു 6 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഇടാനുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മിൽക്ക്. അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കേപ്പം അടച്ചു വെച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് അധികം നേരം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. ഒരു 30 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം.
നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാഷ്യൂനട്ടും കപ്പലണ്ടിയും പൊടിച്ചത് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി ചെറുതായിട്ട് നമ്മുടെ ബൂസ്റ്റ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് കമൻറ്റ് അറിയിക്കാം. താങ്ക് യു.